സോ ഹായ് എവരി വൺ എന്തുണ്ട് സുഖമല്ല എല്ലാവർക്കും. സോ അപ്പോൾ നമ്മുടെ പാത്ത് വേ സീരീസിൻ്റെ 4ാമത്തെ ക്ലാസ് ആണിത്. അതിലൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ക്ലാസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 3ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ കോഴ്സ് ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കണ്ടിട്ട് മാത്രം ഇതിലേക്ക് കടക്കുക. കാരണം കണ്ടിന്യൂസ് ക്ലാസ് ആണ്. സോ അപ്പം അത് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് എന്താവത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. റെഡി? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോസ്റ്റിൻ്റെ ബിഹേവിയറെ കുറിച്ചിട്ടാണല്ലേ. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. റെഡിയല്ലേ? സോ അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റുകളെ കുറിച്ച് പഠിച്ചില്ലേ മക്കളെ? പ്രോഡക്റ്റ് കോസ്റ്റും പീരീഡ് കോസ്റ്റും പഠിച്ചില്ലേ നമ്മൾ? പ്രോഡക്റ്റ് കോസ്റ്റും പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഏതും പഠിച്ചിട്ടുണ്ട്, പീരീഡ് കോസ്റ്റും പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് കോസ്റ്റും പീരീഡ് കോസ്റ്റും. റെഡിയല്ലേ? അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറയുന്ന പ്രൊഡക്റ്റ് കോസ്റ്റും പീരീഡ് കോസ്റ്റിലും ഇത് വേരിയബിൾ ആണോ ഫിക്സഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. അതിൽ ഒന്നാമത് ആരെടുക്കാം? ഡയറക്റ്റ് മെറ്റീരിയൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന കോസ്റ്റ് വേരിയബിൾ ആയിരിക്കുമോ ഫിക്സഡ് ആയിരിക്കും? വേരിയബിൾ ആണെങ്ങനെയാണ്, ആക്ടിവിറ്റി അനുസരിച്ച് കൂടുകയും കുറയൊക്കെ ചെയ്യും. ഫിക്സഡ് എന്താണ്? ടോട്ടൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എങ്ങനെ ഡി എം ഉണ്ടാവുക? മെറ്റീരിയൽ ഏതായിരിക്കും? വേരിയബിൾ ആയിരിക്കൂലേ? എന്തുകൊണ്ടാ? മെറ്റീരിയൽ വാങ്ങുന്നതിനനുസരിച്ചിട്ടല്ലേ പൈസ കൊടുക്കണ്ടു അല്ലേ? ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് കൂടുതൽ വാങ്ങും കൂടുതൽ പൈസ, കുറച്ച് വാങ്ങും എന്ത് പൈസ? കുറച്ച് പൈസ അല്ലേ? അപ്പോൾ ആക്ടിവിറ്റിക്ക് അനുസരിച്ചുള്ള പൈസ കൊടുക്കണ്ടു. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏത് കോസ്റ്റാ? വേരിയബിൾ കോസ്റ്റാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ ഏത് കോസ്റ്റാ? വേരിയബിൾ. അതുപോലെ ഡയറക്റ്റ് ലേബറോ മക്കളെ? കൂടുതലും ഫോറിൻ കൺട്രീസിൽ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഹവേർലി റേറ്റ് ആയിരിക്കും കേട്ടോ. എന്ത് റേറ്റ് ആയിരിക്കും? ഹവേർലി റേറ്റ് കേട്ടോ. ഇന്ത്യയിലെ പോലെയല്ല, ഹവേർലി റേറ്റാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു മണിക്കൂറിന് ഒരു റേറ്റ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്താ? കോൺസ്റ്റൻറ്റ്. ഏതിനാ മക്കളെ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആവുക? വേരിയബിളിൻ്റെ പെർ യൂണിറ്റ് ആണോ കോൺസ്റ്റൻറ്റ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് ആണോ കോൺസ്റ്റൻറ്റ്? വേരിയബിളിൻ്റെ അല്ലേ? ചോക്ലേറ്റിൻ്റെ എക്സാമ്പിൾ ഓർമ്മിക്കണേ. അപ്പോൾ ഡയറക്റ്റ് ലേബർ ഹവേർലി റേറ്റ് എന്താ? ഒരു മണിക്കൂറിന് റേറ്റ് എന്താ? കോൺസ്റ്റൻ്റ്. അങ്ങനെ കൂടുക. കുറേ മണിക്കൂർ പണിയെടുത്താൽ കുറേ കോസ്റ്റ് ആവും, കുറച്ച് മണിക്കൂർ പണിയെടുത്താൽ കുറച്ച് കോസ്റ്റ് ആവും. അങ്ങനെയല്ലേ? സംശയം ഉണ്ടോ? അപ്പോൾ ആക്ടിവിറ്റി മാറുന്നതനുസരിച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് എന്താവുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ലേബർ എന്ത് കോസ്റ്റ് ആയിരിക്കും? വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. എന്ത് കോസ്റ്റ് ആയിരിക്കും? വേരിയബിൾ കോസ്റ്റ്. ആരാ ഉള്ളത്? MOH. എന്താ MOH? മാനുഫാക്ചറിങ് ഓവർഹെഡ്. മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്രൊഡക്ഷൻ മാനേജർ അല്ലേ? പ്രൊഡക്ഷൻ മാനേജർ അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ? പ്രൊഡക്ഷൻ മാനേജർ ശ്രദ്ധിക്കണേ. പ്രൊഡക്ഷൻ മാനേജർ എന്താ പറഞ്ഞേ? പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ മൊത്തം സൂപ്പർവൈസ് ചെയ്യുന്ന ആളല്ലേ? അപ്പോൾ അയാൾ ഒരു യൂണിറ്റിലേക്ക് സ്പെസിഫൈ ചെയ്ത് ട്രേസ് ചെയ്യാൻ കഴിയുമോ? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അയാൾ എവിടെ വന്നേ? ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വന്നേ. പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് അതിൽ MOHലേക്ക് വന്നു. റെഡി? അയാൾക്ക് കൊടുക്കേണ്ടത് സാലറി അല്ലേ? സാലറി മാസം ഒരു 50,000 രൂപ. അത് നിങ്ങൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും അയാൾക്ക് എത്ര കൊടുക്കണ്ടേ? 50,000 അല്ലേ? അപ്പോൾ അയാളുടെ കോസ്റ്റ് എന്താ? ഫിക്സഡ് കോസ്റ്റ് അല്ലേ? സംശയം ഉണ്ടോ? അപ്പോൾ MOHൽ ആരുണ്ട് എന്ന് മനസ്സിലായി? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളേക്ക് അപ്പോൾ MOH ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും അല്ലേ സാറേ എന്ന്. അപ്പോൾ അടുത്ത പറഞ്ഞുതരാം, ഇലക്ട്രിസിറ്റി. അടുത്താരാണ്? ഇലക്ട്രിസിറ്റി ഇപ്പോൾ സെമി വേരിയബിൾ ഒന്നും ഇല്ല. നമ്മൾ തൽക്കാലത്തേക്ക് വേരിയബിൾ ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ യൂസ് ചെയ്തത്. വേരിയബിൾ കോസ്റ്റ്. ഇലക്ട്രിസിറ്റി എന്നാൽ യൂണിറ്റിനനുസരിച്ചിട്ടല്ലേ കൊടുക്കണ്ടു. കൂടുതൽ യൂണിറ്റ് ഉപയോഗിച്ചാൽ കൂടുതൽ ബില്ല് വരും, കുറച്ച് യൂണിറ്റ് ആണെങ്കിലോ കുറച്ച് ബില്ല് വരും. റെഡിയല്ലേ? അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അപ്പോൾ അത് പ്രൊഡക്റ്റിലേക്ക് കൊടുക്കണം. പക്ഷേ ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റൂല. കാരണം ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ഇത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് പറയാൻ കഴിയൂല. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്. എന്തുമായി ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് കോസ്റ്റാ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലേ? റെഡി? അപ്പോൾ അതിന് നമ്മൾ എവിടത്തേക്ക് കിട്ടും? MOHലേക്ക് കിട്ടും. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കോസ്റ്റാ? വേരിയബിൾ അല്ലേ? ഉപയോഗിക്കുന്നതിന് ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കൂലേ? നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതൽ കോസ്റ്റ്, കുറച്ച് ഉപയോഗിച്ചാലോ കുറച്ച് കോസ്റ്റ്. പക്ഷേ സാലറിയോ, പ്രൊഡക്ഷൻ മാനേജർ സാലറിയോ, നിങ്ങൾ എത്ര ആക്ടിവിറ്റി ആയാലും 50,000 മാസം ചെയ്താൽ മതി, കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് കോസ്റ്റും ഏതൊക്കെ? ഇലക്ട്രിസിറ്റിയും പ്രൊഡക്ഷൻ മാനേജറെ സാലറിയും. ഇത് രണ്ടും എന്ത് കോസ്റ്റാ? ഇൻഡയറക്റ്റ് കോസ്റ്റുമാണ്, പ്രൊഡക്ഷൻ കോസ്റ്റുമാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ എവിടെ കാണിക്കുക? മാനുഫാക്ചറിങ് ഓവർഹെഡിൽ.
അപ്പോൾ മാനുഫാക്ചറിങ് ഓവർഹെഡിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി? വേരിയബിളും ഉണ്ട്, ഫിക്സഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും രണ്ടായി എഴുതുന്നുണ്ട്. ഒന്ന് VMOHും അടുത്തത് FMOHും. എന്താ VMOH? വേരിയബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഓവർഹെഡ്. എന്താ FMOH? ഫിക്സഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്നാ? വേരിയബിളിൻ്റെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്തായിരിക്കും? ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ. നേരത്തെ പറഞ്ഞ ഓയിലൊക്കെ. ഇൻഡയറക്റ്റ് ലേബർ. എന്താ ഇൻഡയറക്റ്റ് ലേബർ? ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത ലേബേഴ്സ്. റെഡി അല്ലേ? ഇപ്പോൾ റിപ്പയർ ഒക്കെ ചെയ്യാൻ വന്ന ആൾക്കാർ അവർക്ക് പണിയെടുത്തതിന് എന്ത് കൊടുക്കും? പൈസ കൊടുക്കും. അപ്പോൾ അവർ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നതായിരിക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ്റെ കോസ്റ്റാണ്. പക്ഷെ ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് അവരെന്ത് കോസ്റ്റായി? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റായി. FMOHൻ്റെ എക്സാമ്പിൾ എന്നാ? പ്രൊഡക്ഷൻ മാനേജറെ സാലറി അല്ലെങ്കിൽ റെൻറ്റ്. ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? ഇതിൻ്റെയൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? FMOHൻ്റെ എക്സാമ്പിളാണ്. റെഡി അല്ലേ? അപ്പോൾ DM എന്ന വേരിയബിൾ കോസ്റ്റും DL എന്ന വേരിയബിൾ കോസ്റ്റും MOH എന്ന അത് മേ ബി വേരിയബിൾ ഉണ്ടാവും, അതിൽ ഏതും ഉണ്ടാവും, ഫിക്സഡും ഉണ്ടാവും. അതേപോലെ സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ NMOH അല്ലെങ്കിൽ ഏതാണ്? NMOH അല്ലേ? സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ NMOH. എന്താ NMOH? സോറി ഗൈസ്. എന്താ NMOH? നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. എന്താ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെടാത്ത കോസ്റ്റ്. അതല്ല NMOH. റെഡി അല്ലേ? അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ് കോസ്റ്റ് എന്നോ സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവിനൊക്കെ വിളിക്കും. റെഡി. അപ്പോൾ NMOH എന്ന് പറയുമ്പോൾ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഏത്? സെയിൽസ് കമ്മീഷൻ, അക്കൗണ്ടൻറ്റിൻ്റെ സാലറി അല്ലെ, അഡ്വർടൈസ്മെൻറ്റ്. മക്കളെ പറഞ്ഞു ഇതിൽ ഏതുണ്ടാവും? VNMOH ഉണ്ടാവും, FNMOH ഉണ്ടാവും അല്ലേ? അപ്പുറം MOHലും VMOH FMOH ഉള്ള പോലെ തന്നെ ഇവിടെ എന്തുണ്ട്? VNMOH ഉണ്ട്, FNMOH ഉണ്ട്. കാരണം ഇവിടെ ആരുണ്ട്? വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ഫിക്സഡ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അക്കൗണ്ടൻറ്റിൻ്റെ സാലറി. അക്കൗണ്ടൻറ്റിൻ്റെ സാലറി എന്താ? ഫിക്സഡ് അല്ലേ? വേരിയബിൾ കോസ്റ്റിൻ്റെ വേരിയബിൾ NMOH, അതായത് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെടാത്ത ഒരു വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിൾ സെയിൽസ് കമ്മീഷൻ. എന്താ സെയിൽസ് കമ്മീഷൻ? സെയിൽ ചെയ്താൽ ആ സെയിൽ ചെയ്ത ആൾക്ക് കൊടുക്കേണ്ട ഒരു കമ്മീഷൻ അല്ലേ? അത് എപ്പോഴും കൊടുക്കണ്ടു? സെയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ കൊടുക്കല്ലേ ചെയ്യുക അല്ലേ? സംശയം ഉണ്ടോ? അപ്പോൾ ഓരോ യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത കമ്മീഷൻ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെന്ത് കോസ്റ്റാണ്? ഓരോ ആക്ടിവിറ്റി അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണെങ്കിൽ എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റാണ്. റെഡി അല്ലേ? അപ്പോൾ അത് സെയിൽസ് കമ്മീഷൻ. പക്ഷേ ഇതെന്താ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണോ? സെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാ. സെയിൽസ് വേറെയാണ്, പ്രൊഡക്ഷൻ എന്താണ്? വേറെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവിലും അല്ലെങ്കിൽ പീരീഡ് കോസ്റ്റിലും അല്ലെങ്കിൽ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡിലും ആരൊക്കെ ഉണ്ട്? വേരിയബിൾ ഉണ്ടാവും, അതോടൊപ്പം ആരും ഉണ്ടാവും? ഫിക്സഡും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഈ വേരിയബിൾ ഫിക്സഡൊക്കെ കാണാൻ പഠിക്കേണ്ടതാ? അല്ല, ഒരു കോസ്റ്റിൻ്റെ ബിഹേവിയർ സ്വഭാവം അനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. പ്രൊഡക്ഷൻ കോസ്റ്റിന് നോൺ പ്രൊഡക്ഷൻ കോസ്റ്റിന് എങ്ങനെ പഠിക്കേണ്ടത്? ബൈഹാർട്ട് പഠിക്കേണ്ടതാ? അല്ല. എങ്ങനെ പഠിക്കേണ്ടത്? ഒരു കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്ത് കോസ്റ്റാ? പ്രൊഡക്ഷൻ കോസ്റ്റ്. അല്ലാത്തതാണെങ്കിൽ പീരീഡ് കോസ്റ്റ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാം? നോക്കാം. റെഡി. അതിനു മുമ്പ് നമുക്ക് പഠിച്ച കാര്യങ്ങളാണ്. പ്രൊഡക്റ്റ് കോസ്റ്റിനെ DM ഉണ്ട്, DL ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? MOH ഉണ്ട്. DMനെയും DLനെയും പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കും. DLനെയും MOHും കൂടി ചേർന്ന് എന്താവും? കൺവേർഷൻ കോസ്റ്റ് എന്ന് വിളിക്കും. റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ പ്രൊഡക്റ്റ് കോസ്റ്റിൽ DM, DL, MOH. പീരീഡ് കോസ്റ്റിൽ സെല്ലിംഗ് എക്സ്പെൻസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ഒക്കെ ആയിരിക്കും എവിടെ വരിക? പീരീഡ് കോസ്റ്റിൽ വരിക. അതായത് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെടാത്ത കോസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. റെഡി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ഇല്ലുസ്ട്രേഷൻ ആണ്, ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയുണ്ട്? 5 lakh ഉണ്ട്. ഡയറക്റ്റ് ലേബർ എത്രയുണ്ട്? 2 lakh ഉണ്ട്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയുണ്ട്? 50,000 ഉണ്ട്. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയുണ്ട്? 20,000 ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താ? കാൽക്കുലേറ്റ് പ്രൈം കോസ്റ്റ്. എന്താ പ്രൈം കോസ്റ്റ്? ഡയറക്റ്റ് കോസ്റ്റിനെ വിളിക്കുന്ന പേരാ പ്രൈം കോസ്റ്റ്. ഇവിടെ ആരാ ഡയറക്റ്റ് കോസ്റ്റ്? DMും DLും മാത്രമല്ലേ? MOH ഡയറക്റ്റ് കോസ്റ്റ് ആണോ? ഒരിക്കലും അല്ല. അതിൽ പേര് തന്നെ ഉണ്ട്
മാനുഫാക്ചറിങ് ഓവർഹെഡ്. അതിൻ്റെ അർത്ഥം എന്താ? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റിൽ അത് വരാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ആരൊക്കെ പ്രൈം കോസ്റ്റിൽ വരാൻ പറ്റൂ? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും മാത്രം. എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ? 5 lakh. എത്ര ഡയറക്റ്റ് ലേബർ? 2 lakh. അപ്പോൾ പ്രൈം കോസ്റ്റ് എത്രയായിരിക്കും? 7 lakh ആണ് എന്ത് വരിക? പ്രൈം കോസ്റ്റ് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻഡയറക്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്താ അതിൻ്റെ അർത്ഥം? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? MOH, മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇവിടെ നോക്ക്, ഏതൊക്കെയാണ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്? ഒന്നാമത് വായിച്ചേ, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഫിക്സഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റ്. അത് വരാൻ പറ്റൂലേ? വരും, 50,000. രണ്ടാമത് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്. വേരിയബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്. അത് എത്രയുണ്ട്? 20. 50യും 20യും വരും. എത്ര ആൻസർ വരിക? 70. എന്തുകൊണ്ട് DM-ഉം DL എടുക്കാത്തത്? അത് രണ്ടും ഇൻഡയറക്റ്റ് അല്ല, അത് രണ്ടും ഏതാണ്? ഡയറക്റ്റ് കോസ്റ്റുകളാണ്. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? കാൽക്കുലേറ്റ് കൺവേർഷൻ കോസ്റ്റ്. എന്താ കൺവേർഷൻ കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയലിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ വരുന്ന കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺവേർഷൻ കോസ്റ്റ്. അതിൽ ആരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്? DL-ഉം വരും, MOH വരും. ആരൊക്കെ വരും? DL പ്ലസ് MOH. മക്കളെ MOH പറഞ്ഞാൽ ഏത് MOH? വേരിയബിൾ MOH വരും, അതുപോലെ തന്നെ ആരും വരും? ഫിക്സഡ് MOH വരും. MOH പറഞ്ഞാൽ രണ്ടാലും ഉണ്ട്, വേരിയബിളും ഉണ്ട് ഫിക്സഡും ഉണ്ട്. അപ്പോൾ രണ്ടും വരുവേ. വേരിയബിൾ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടോ? ഫിക്സഡ് മാത്രം പറഞ്ഞിട്ടുണ്ടോ? MOH എന്ന് പറഞ്ഞാൽ അതിൽ വേരിയബിളും വരണം, ഫിക്സഡും വരണം. റെഡി. അപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത്? DM വരുമോ? ഇല്ല. ഏതൊക്കെ വരുക? DL, VMOH, FMOH. അപ്പോൾ എത്ര വരും? 2 lakh പ്ലസ് 50 പ്ലസ് 20. അപ്പോൾ എത്ര വരും? 2,70,000 ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്? എങ്ങനെ കിട്ടിയത്? 2 lakh പ്ലസ് 70K. എങ്ങനെ ഈ 70K കിട്ടിയത്? 50K പ്ലസ് 20K. റെഡിയല്ലേ? ആക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾ നോക്ക്. നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഒന്ന് നോക്ക്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെ ഡാറ്റ ഉണ്ട്? DM ഉണ്ട് 100K, DL ഉണ്ട് 75K, FMOH ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ട് 10K, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ട് 20K. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് പ്രൈം കോസ്റ്റ്. എന്താ ഈ പ്രൈം കോസ്റ്റ്? ഡയറക്റ്റ് കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ്. അതിൽ ആരൊക്കെ വരും? DM-ഉം DL-ഉം. DM എത്രയാ? 100K. DL എത്രയാ? 75K. അപ്പോൾ എത്ര ആൻസർ വരും? 175K ആയിരിക്കും ആര് വരാൻ പോകുന്നത്? പ്രൈം കോസ്റ്റ് എന്ത് ചെയ്യാൻ വരാൻ വേണ്ടിട്ട് പോകുന്നത്. റെഡിയല്ലേ? അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 175K. റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കൺവേർഷൻ കോസ്റ്റ്. എന്താ മക്കളെ കൺവേർഷൻ കോസ്റ്റ്? പറ. എന്താ കൺവേർഷൻ കോസ്റ്റ്? മെറ്റീരിയലിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ വരുന്ന കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺവേർഷൻ കോസ്റ്റ് എന്താവുന്നത്? വിളിക്കുന്നത് അല്ലേ? റെഡി. അപ്പോൾ കൺവേർഷൻ കോസ്റ്റിൽ ആരൊക്കെ വരും? ഡയറക്റ്റ് ലേബർ വരും, അതോടൊപ്പം മാനുഫാക്ചറിങ് ഓവർഹെഡും വരും. ഡയറക്റ്റ് ലേബർ എത്രയായി ക്വസ്റ്റ്യനിൽ? 75K അല്ലേ? മാനുഫാക്ചറിങ് ഓവർഹെഡിൽ ആരൊക്കെ ഉണ്ടാവും? വേരിയബിൾ ഉണ്ടാവും, ഫിക്സഡ് ഉണ്ടാവും. വേരിയബിൾ എത്ര? 20K, ഫിക്സഡ് എത്ര? 10K. അപ്പോൾ ടോട്ടൽ എത്ര ആൻസർ കിട്ടും? ഇത് 3 ആഡ് ചെയ്ത് നോക്ക്. 75K പ്ലസ് 20K പ്ലസ് 10K എത്ര കിട്ടും? 105K. എത്ര കിട്ടും? 105K കിട്ടും. ഇതാണ് എന്ത്? കൺവേർഷൻ കോസ്റ്റ്. ഇതാണ് എന്ത് കോസ്റ്റ്? കൺവേർഷൻ കോസ്റ്റ്. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 105K കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? കാൽക്കുലേറ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ്. എന്താ മാനുഫാക്ചറിങ് കോസ്റ്റ്? ഇത്രയേ ഉള്ളൂ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ്. അതേതൊക്കെയാണ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലേബർ ഉണ്ട്, അതുപോലെ MOH ഉണ്ട്. MOH തന്നെ ആരൊക്കെ ഉണ്ട്? വേരിയബിൾ MOH ഉണ്ട്, അതുപോലെ ആരുണ്ട്? FMOH ഉണ്ട്. അപ്പോൾ എത്ര ആൻസർ വരും നോക്കാം നമുക്ക്. DM എത്ര? 100K പ്ലസ് DL എത്ര? 75K പ്ലസ് 10K പ്ലസ് 20K
എത്ര ആൻസർ കിട്ടും? 205K കിട്ടും. എന്താ ഈ 205K അർത്ഥം? പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര പൈസ പോയി? 2,05,000. 205K ആണ് എന്തായിട്ടുള്ളത്? ചിലവായിട്ടുള്ളത്. റെഡിയല്ലേ? അതും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. മക്കളെ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതിൽ ആരൊക്കെ ഉണ്ടാവും? വേരിയബിളും ഉണ്ടാവും, ഫിക്സറും ഉണ്ടാവും. ഇവിടെ കൃത്യമായി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10ഉം 20ഉം. ടോട്ടൽ എത്ര കിട്ടും? 30K കിട്ടും. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെന്നെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ ഇത്തിരി സമയം ഫുൾ എമൗണ്ടിലാണ് നമുക്ക് ഡാറ്റാസ് ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത് അല്ലേ? ഇവിടെ ഇൻഫോർമേഷൻ തന്ന രീതിയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ടോട്ടൽ തരുന്നതിന് പകരം അവർ ഏത് തന്നു? പെർ യൂണിറ്റ് ആണ് എന്താക്കിയിട്ടുള്ളത്? തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. DM 20 പെർ യൂണിറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ $20 എന്താവശ്യമുണ്ട്? മെറ്റീരിയൽ ആവശ്യമുണ്ട്. രണ്ടാമത് എന്താ? DL 7 പെർ യൂണിറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ $7 എന്തൊരു ആവശ്യമുണ്ട്? ലേബറിന് ചിലവ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് തന്നത് MOH ആണ്. അത് അവർ ഡയറക്റ്റ്ലി ടോട്ടലാണ് തന്നത്. 1000 ആണ് എന്ത് വന്നിട്ടുള്ളത്? ടോട്ടലി അവർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. MOH 1000 ആരൊക്കെ ഉണ്ട്? വേരിയബിളും ഫിക്സറൊക്കെ ടോട്ടൽ ഓൾറെഡി ആക്കിയിട്ട് അവരെന്തായി തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ചെയ്തത് 1200 യൂണിറ്റ് ആണ്. എത്ര യൂണിറ്റാണ് പ്രൊഡക്ഷൻ ചെയ്തത്? 1200 യൂണിറ്റ് എന്താ നടത്തിയിട്ടുണ്ട്? പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് പ്രൈം കോസ്റ്റ്. എന്താ പ്രൈം കോസ്റ്റ്? ഇത്രയും സമയം ചെയ്ത പോലെ DMഉം DLഉം. അത് മേ ബി ടോട്ടലും കാണാം, നമുക്ക് പെർ യൂണിറ്റും കാണാം. പ്രൈം കോസ്റ്റിൻ്റെ പെർ യൂണിറ്റിൽ DMഉം DLഉം എത്രയായിരിക്കും വരിക? DM 20 പ്ലസ് DL എത്ര? 7. എത്ര വരും? 27 വരും. അത് ടോട്ടലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ പ്രൈം കോസ്റ്റിൻ്റെ ഒന്നിന് എത്ര വരുന്നുണ്ട്? ഒരു പ്രൈം കോസ്റ്റ് എത്ര? ഒരു യൂണിറ്റിൻ്റെ പ്രൈം കോസ്റ്റ് എത്ര? 20 അല്ലേ? ഒരു യൂണിറ്റിൻ്റെ പ്രൈം കോസ്റ്റ് എത്ര? 27 അല്ലേ? ഒരു യൂണിറ്റിൻ്റെ പ്രൈം കോസ്റ്റ് 27. എത്ര യൂണിറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്? 1200 യൂണിറ്റ് അല്ലേ? അപ്പം ഇതിനെന്ത് ചെയ്യണം? 1200 യൂണിറ്റിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 32,400 കിട്ടും. ഇതായിരിക്കും എന്ത് കോസ്റ്റ്? പ്രൈം കോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് സാറേ 20 ഒരുമിച്ചെടുത്തേന്ന് മക്കൾ, നിങ്ങൾ 20 ഇൻറ്റു 1200 ചെയ്താലും 7 വേറെ ഇൻറ്റു 1200 ചെയ്യുന്നതും രണ്ടിനും ഒരുമിച്ചാക്കിയിട്ട് 1200 ചെയ്യുന്നതും കണക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും? ഒരു ഡിഫറൻസും ഇല്ല. കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും സെയിം ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? കാൽക്കുലേറ്റ് കൺവേർഷൻ കോസ്റ്റ്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാ? കൺവേർഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് കൺവേർഷൻ കോസ്റ്റ്? ആരാ കൺവേർഷൻ കോസ്റ്റ്? ഡയറക്റ്റ് ലേബറും പിന്നെ ഡയറക്റ്റ് ലേബറും MOH ആണ് അത് കൺവേർഷൻ കോസ്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഡയറക്റ്റ് ലേബറും പ്ലസ് MOHും കൂടി ചേർന്നാലാണ് ആരുണ്ടാവണേ? കൺവേർഷൻ കോസ്റ്റ്. ഇവിടെ ഡിഫറൻസ് എന്നാ? MOH ടോട്ടലിലാന്നത് എത്ര? 1000. DL ഏതിലാന്നത്? പെർ യൂണിറ്റിൽ എത്ര? 7. അപ്പോൾ ഈ ടോട്ടൽ കൺവേർഷൻ കോസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ MOH ടോട്ടൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ഓൾറെഡി ഏതിലുള്ള ടോട്ടലല്ല. ആരെ നിങ്ങൾ ടോട്ടൽ ചെയ്യേണ്ടി വരും? ലേബർ കോസ്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ ചെയ്യേണ്ടി വരും. എപ്പം? ഒന്നുണ്ടാക്കാൻ എത്ര? 7 പെർ യൂണിറ്റ് അല്ല ലേബർ ചാർജ്. അപ്പോൾ എത്ര നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 1200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ചാർജ് വരും? 7 ഇൻറ്റു 1200 എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര കിട്ടും? 8400 കിട്ടും ഇത് ചെയ്താൽ. പ്ലസ് ഏതുകൊണ്ട്? MOH 1000 ഇല്ലേ? അതിനും കൂടി ഇതിൻ്റെ ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടും? 9400 കിട്ടും. ഇതാണ് എന്ത് കോസ്റ്റ്? കൺവേർഷൻ കോസ്റ്റ്. ടോട്ടൽ കൺവേർഷൻ കോസ്റ്റ്. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെന്തെങ്കിലും? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റാണ്. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ പെട്ട്? DM DL MOH എല്ലാം പെട്ട്.
ടോട്ടൽ അല്ലേ, ടോട്ടൽ ആകുമ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. MOH ഓൾറെഡി ഇതിലുള്ള ടോട്ടല. DM-നും DL-നും എന്ത് ചെയ്യേണ്ടി വരും, ടോട്ടൽ ചെയ്യേണ്ടി വരും. എങ്ങനെ ടോട്ടൽ ചെയ്യാം? 1-ന് 20 എത്ര ഉണ്ടാക്കുന്നുണ്ട്? 1200. ഇവിടെ 1-ന് എത്ര ഉണ്ടാക്കുന്നുണ്ട്? 1200. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നിങ്ങൾക്ക്? 33,400 കിട്ടും. എത്ര കിട്ടും? 33,400. ഇതാണ് എന്ത്, 1200 യൂണിറ്റ് ഉണ്ടാക്കാൻ കമ്പനിക്ക് വന്ന ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് ഇത്, ഈ 33,400 എന്ന് പറയുന്ന സാധനം. റെഡിയല്ലേ ഈ ക്വസ്റ്റ്യൻ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? റെഡി. ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് 25. ഡയറക്റ്റ് മെറ്റീരിയൽ 2 per യൂണിറ്റ് ആണ്. ഒന്നുണ്ടാക്കാൻ $2 മെറ്റീരിയൽ വേണം. അടുത്തെന്നാ, ഡയറക്റ്റ് ലേബർ വന്നിട്ടുണ്ട് $3. ഒന്നുണ്ടാക്കാൻ $3 ചിലവാണ് എന്തിന് വരുന്നത്? ലേബറിൻ്റെ മുകളിൽ വരുന്നത്. വേറെ വന്നിട്ടുണ്ട് VMOH, ഒരു യൂണിറ്റിന് മുകളിൽ $1 ആണ് എന്ത് വരുന്നത്? വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നത്. FMOH ടോട്ടലാകുന്നത് 150. VNMOH എന്താ? VNMOH വേരിയബിൾ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് അല്ലേ? നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയാ? 2.5 per യൂണിറ്റ് വന്നത്. FNMOH ടോട്ടൽ വന്നത് എത്ര? 200. പ്രൊഡക്ഷൻ എത്ര ആയിട്ടുണ്ട്? 100 ആണ്. റെഡി. ഇതൊക്കെയാണ് ഇൻഫോർമേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൻ്റെ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഏതാണ്? പെർ യൂണിറ്റ് ആണ് ടോട്ടൽ വെച്ചത്. ഇപ്പോൾ പ്രൊഡക്റ്റ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റാണ് ചോദിക്കുന്നത്. പ്രൊഡക്റ്റ് കോസ്റ്റിൽ ആരൊക്കെ ഉണ്ട്? DM ഉണ്ട്, DL ഉണ്ട്, VMOH തന്നെ രണ്ടാളില്ലേ? VMOH ഉണ്ട്, FMOH ഉണ്ട്. നമുക്ക് നോക്കാലോ. DM എത്രയാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 2. DL എത്രയാ? ക്വസ്റ്റ്യനിലുണ്ട് 3. VMOH ക്വസ്റ്റ്യനിലുണ്ട് 1. FMOH ക്വസ്റ്റ്യനിലുണ്ട്. എത്ര FMOH? 150. പക്ഷെ 150 അങ്ങനെ തന്നെ എടുക്കാൻ പറ്റൂല. എന്താ പ്രശ്നം? 150 അങ്ങനെ തന്നെ എടുക്കുന്നതിന് അത് ടോട്ടൽ എമൗണ്ടാണ്. എന്താ ഈ ടോട്ടൽ എമൗണ്ട്? ഈ $150 FMOH ചിലവാക്കിയത് എത്ര യൂണിറ്റ് ഉണ്ടാക്കാനാ? 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത സമയത്തല്ലേ 150 വന്നത്? സംശയം ഉണ്ടാ? അപ്പോൾ ഈ 150 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് അല്ലേ? അതിന് ആക്ടിവിറ്റി അനുസരിച്ച് മാറുന്ന സാധനമാണോ? അല്ല. അപ്പോൾ നിങ്ങൾ 100 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര ചിലവ് വന്നു? $150 ആണ് എന്ത് വന്നത്? ഫിക്സഡ് കോസ്റ്റ് വന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ യൂണിറ്റിലേക്ക് വീതിച്ചു കൊടുക്കണ്ടേ? എങ്ങനെ വീതിച്ചു കൊടുക്കും? 100 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എത്ര? 150 വന്നത്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരും? 150 ഡിവൈഡ് ബൈ 100 ചെയ്ത് എത്ര വരും? 1.5. അപ്പോൾ ഇത് 4നെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 7.5 കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വന്ന പ്രൊഡക്റ്റ് കോസ്റ്റ് എത്രയാ? പറ. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വന്ന പ്രൊഡക്റ്റ് കോസ്റ്റ് എത്രയാ? 7.5. എത്ര വന്നത്? 7.5. റെഡിയല്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പീരീഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ വെച്ചാൽ ഇത്രയും സമയം പ്രൊഡക്റ്റിൻ്റെ മുകളിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ? പീരീഡ് കോസ്റ്റാണ്. എന്തുകൊണ്ടാണ് മക്കളെ നേരത്തെ പ്രൊഡക്റ്റ് കോസ്റ്റിൻ്റെ ക്വസ്റ്റ്യനിൽ VNMOH FNMOH എടുക്കാത്ത റീസൺ എന്താ? അത് രണ്ടും എന്ത് കോസ്റ്റ് അല്ല? പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ല. അത് പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പിന്നെ അത് എന്ത് കോസ്റ്റ് ആയിരിക്കും? പീരീഡ് കോസ്റ്റ് ആയിരിക്കും. അതെന്ത് കോസ്റ്റ് ആയിരിക്കും? പീരീഡ് കോസ്റ്റ്. അപ്പോൾ പീരീഡ് കോസ്റ്റിൽ ഏതൊക്കെ വരും? VNMOH വരും, FNMOH വരും. എത്ര VNMOH? 2.5 per യൂണിറ്റ്. പെർ യൂണിറ്റിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ പെർ യൂണിറ്റ് ഡയറക്റ്റ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ? FNMOH 200 അല്ലേ? 200 ടോട്ടൽ അല്ലേ? ഇങ്ങനെ പെർ യൂണിറ്റ് ആക്കും. 200 ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 100 അടിക്കണം. അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ എത്രയായിരിക്കും പീരീഡ് കോസ്റ്റിന് പെർ യൂണിറ്റ്? 4.5. അപ്പോൾ നിങ്ങൾ കേൾക്കും, സാറേ FNMOH എന്ന പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതല്ലല്ലോ, പിന്നെ എന്താ സാർ പ്രൊഡക്ഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്? അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തതാണ്. സെയിൽസിനെ കുറിച്ച് പ്രത്യേകം ഒന്നും പറയുന്നില്ലെങ്കിൽ സെയിൽസും പ്രൊഡക്ഷനും എത്ര തന്നെ ആയിരിക്കും? 100 തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും എന്നുള്ള അസംഷനാണ്. അപ്പോൾ ശരിക്കും ഇത് ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? ശരിക്കും ഇത് ഡിവൈഡ് ചെയ്യേണ്ട കോസ്റ്റ് അല്ല. പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ എന്താക്കിയതേ ഉള്ളൂ? പീരീഡ് കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. പീരീഡ് കോസ്റ്റ് ശരിക്കും എന്ത് ചെയ്യേണ്ട? ഫിക്സഡ് പീരീഡ് കോസ്റ്റ് ഒന്നും എന്ത് ചെയ്യേണ്ട? ഡിവൈഡ് ചെയ്യേണ്ട. ആ ഡയറക്റ്റ്ലി നമ്മൾ എന്താക്കി ചെയ്യുക? എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക ചെയ്യുക കേട്ടോ. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്നാ? പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റ്? ആരൊക്കെ വരുക? DM-ഉം DL-ഉം. DM എത്രയാ?
2, ഡി എൽ എത്രയാ 3, അപ്പോൾ എത്രയായിരിക്കും വരിക 5. അടുത്ത ക്വസ്റ്റ്യൻ എന്താ കൺവേർഷൻ കോസ്റ്റ്. എന്താ കൺവേർഷൻ കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയലിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ വരുന്ന കോസ്റ്റാ കൺവേർഷൻ കോസ്റ്റ്. അതിൻ്റെ ഏതാ ചോദിച്ചത് പെർ യൂണിറ്റ്. അപ്പോൾ അതിൽ ആരൊക്കെ വരണം? ഡി എല്ലും വരണം. പറ ആരൊക്കെ വരണം? ഡി എല്ലും വരണം, അതോടൊപ്പം എം ഒച്ചും വരണം. പെർ യൂണിറ്റ് ആണ്. എം ഒച്ചിൽ ആരൊക്കെ ഉണ്ട്? വേരിയബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. ഫിക്സഡ് എം ഒച്ചിനെ പെർ യൂണിറ്റ് ആക്കും കേട്ടോ. ഫിക്സഡ് എം ഒച്ച് എന്ത് ചെയ്യും? പെർ യൂണിറ്റ് ആകും. പക്ഷേ ഫിക്സഡ് എൻ എം ഒച്ചിനെ പെർ യൂണിറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് സിലബസിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നോക്കണേ ഡി എല്ലും എം ഒച്ചും കൂടി കൂടിയാലാണ് കൺവേർഷൻ കോസ്റ്റ് കിട്ടുക. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? പെർ യൂണിറ്റ് വെച്ചത്. അപ്പോൾ ഡി എൽ ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 3. ഡി എൽ എത്ര? 3. വി എം ഒച്ചും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 1. പക്ഷെ പ്രശ്നം എവിടെയാ? എഫ് എം ഒച്ചാ. എഫ് എം ഒച്ചും കൂടി ചേർന്നാലല്ലേ എം ഒച്ച് ഫുള്ളാകത്തുള്ളൂ. എം ഒച്ച് ഫുള്ളായാലല്ലേ കൺവേർഷൻ കോസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതല്ലേ തന്നത്? 150 ആകുന്നത് ടോട്ടൽ ആകുന്നത്. ഇതിനെന്ത് ചെയ്യണം? പെർ യൂണിറ്റ് ആക്കണമെങ്കിൽ പ്രൊഡക്ഷൻ പേപ്പർ എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര കിട്ടും? 1.5. അപ്പോൾ 3 + 1 + 1.5 എത്രയായിരിക്കും ആൻസർ കിട്ടുക? എത്ര ആൻസർ കിട്ടുക? 3 + 1 + 1.5 എത്ര കിട്ടും? 5.5. കൺവേർഷൻ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് എത്ര? ഒരു യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ എത്രയാണ് നിങ്ങൾക്ക് ചാർജ് വന്നത്? $5.5 എന്ത് വന്നിട്ടുണ്ട്? ചാർജ് നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്? വന്നിട്ടുണ്ട്. റെഡിയല്ലേ? ആ ക്വസ്റ്റ്യൻ റെഡിയല്ലേ? പ്രശ്നമുണ്ടോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ? ഇല്ലല്ലോ. സോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതേ സെയിം ഡാറ്റാസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. എന്ത് ഫിക്സഡ് കോസ്റ്റാ? ടോട്ടലി. പ്രൊഡക്ഷൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടാ? നോൺ പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇല്ലേ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? കമ്പനിയിലുള്ള എല്ലാ ഫിക്സഡ് കോസ്റ്റും, അത് പ്രൊഡക്ഷനായി ബന്ധപ്പെട്ടതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ. അത് നമുക്ക് സിനാരി നോക്കാം. ഇതിൽ ആരല്ല ഫിക്സഡ് കോസ്റ്റ്? ഡി എം വേരിയബിൾ ആണെന്നറിയാം, ഡി എൽ വേരിയബിൾ ആണെന്നറിയാം, വി എം ഒച്ച് ഓൾറെഡി പറഞ്ഞു വേരിയബിൾ ആണ്. എഫ് എം ഒച്ച് എന്ന ഫിക്സഡ് കോസ്റ്റ് അല്ലേ? അപ്പോൾ 1 കിട്ടി എത്ര? 150. വി എൻ എം ഒച്ച് പേര് തന്നെ വേരിയബിൾ ആണ്. എഫ് എൻ എം ഒച്ച് പേര് തന്നെ എന്താ? ഫിക്സഡ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഫിക്സഡ് ഉള്ളത്? 150ഉം 200ഉം എത്ര കിട്ടി? 350. അപ്പോൾ നിങ്ങളേക്ക് സാറാ ഒന്ന് മാനുഫാക്ചറിങ് അല്ലേ ഒന്ന് നോൺ മാനുഫാക്ചറിങ് അല്ലേ? ഇവിടെ ചോദ്യം എന്നാ? കാൽക്കുലേറ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അല്ലാണ്ട് മാനുഫാക്ചറിംഗ് ഒന്നും പറയുന്നില്ല, നോൺ മാനുഫാക്ചറിംഗ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ടോട്ടൽ എത്രയാണോ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് അത് ഫുൾ എന്തായിക്കോളാം നിങ്ങൾ എടുത്തോളാം. റെഡിയല്ലേ? അടുത്ത കോസ്റ്റ് എന്നാ? വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ്. ശ്രദ്ധിക്കണേ, വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ്. ഏത് വേരിയബിൾ കോസ്റ്റ്? പ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നുണ്ടാ? നോൺ പ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നുണ്ടാ? ഇല്ലേ. എല്ലാ വേരിയബിൾ കോസ്റ്റും കമ്പനിയിൽ എന്തെല്ലാം വേരിയബിൾ കോസ്റ്റ് ഉണ്ടോ അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം നിങ്ങൾ? പെർ യൂണിറ്റ് ആയിട്ട് ടോട്ടലായിട്ട് എന്തായിക്കോ എടുത്തോ. പെർ യൂണിറ്റിൻ്റെ ടോട്ടൽ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ വേരിയബിൾ ഉള്ളത്? ഡി എം ഇല്ലേ? ഡി എം വേരിയബിൾ അല്ലേ? ഡി എം എത്രയുണ്ട്? പറ. ഡി എം എത്രയുണ്ട്? 2 ഇല്ലേ? ഡി എൽ ഇല്ലേ? 3 അതുമുണ്ട്. വി എം ഒച്ച് വേരിയബിൾ അല്ലേ? അതുമുണ്ട്. എഫ് എം ഒച്ച് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ഫിക്സഡ് ആണ്. വി എൻ എം ഒച്ച് എത്രയുണ്ട്? 2.5 അതും എടുക്കണ്ടേ? എന്തുകൊണ്ടാണ് അതും എടുത്തത്? നിങ്ങൾ വിചാരിക്കാൻ പറ്റുമോ സാർ അത് മാനുഫാക്ചറിങ് അല്ലല്ലോ? ഇവിടെ ചോദ്യം എന്നാ? വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റിന് ചോദ്യം, അല്ലാണ്ട് പ്രൊഡക്ഷൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാ? നോൺ പ്രൊഡക്ഷൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. അപ്പോൾ എല്ലാ വേരിയബിൾ കോസ്റ്റ് എന്തായിക്കോ എടുത്തോ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2 + 3 + 1 + 2.5 എത്ര ആൻസർ കിട്ടും? 8.5 എന്ത് കിട്ടിയിട്ടുണ്ട്? ആൻസർ കിട്ടിയിട്ടുണ്ട്. റെഡിയല്ലേ? അത് റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്നാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്താ ചോദ്യം? ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആകുമ്പോൾ ആരൊക്കെ പെട്ട്? ഡി എം, ഡി എൽ, വി എം ഒച്ച്, എഫ് എം ഒച്ച്. പക്ഷെ നമുക്ക് ഒരു ഉപകാരമുണ്ട്. നമ്മൾ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് കോസ്റ്റ് കണ്ടുപിടിച്ചില്ലേ മുകളിൽ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ്? പറ. 7.5. എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്? 100. അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണോ? ഒന്നുണ്ടാക്കാൻ 7.5. എത്ര ഉണ്ടാക്കുന്നുണ്ട്? 100 എണ്ണം. അപ്പോൾ ടോട്ടൽ എത്ര ചിലവ് വരും? 750 അല്ലേ? റെഡിയല്ലേ? ഒന്നിക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നോർമലി ഡി എമ്മിനെ വേറെ, ഡി എല്ലിനെ വേറെ, വി എം ഒച്ചിനെ വേറെ, എഫ് എം ഒച്ചിനെ വേറെ, അങ്ങനെ വേറെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സെയിമാ. എന്തുകൊണ്ട് ഇത് സിമ്പിളായിട്ട് ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താ? ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. മുകളിലുള്ള ഈ ക്വസ്റ്റ്യൻ എന്തായിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 7.5 ആണെന്നുള്ളത്. എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്?
100 പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും ടോട്ടൽ ചിലവ് വരിക? 750 ആയിരിക്കും. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ്. എന്താ ടോട്ടൽ കോസ്റ്റ്? എല്ലാ കോസ്റ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ കോസ്റ്റിനും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. റെഡി അല്ലേ? എല്ലാ കോസ്റ്റിനും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ്. പ്രൊഡക്ഷൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടാ? നോൺ പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടാ? ഇല്ല, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാ കോസ്റ്റും എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. റെഡി അല്ലേ? അടുത്തൊരു വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഡി. ഇവിടെ നമുക്ക് 4 രീതിയിലുള്ള കോസ്റ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടലും തന്നിട്ടുണ്ട്, പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. 4 രൂപത്തിലുള്ള കോസ്റ്റ്. ഇതൊക്കെ ഏത് കോസ്റ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഏത്? വേരിയബിൾ ആണോ, സെമി വേരിയബിൾ ആണോ, ഫിക്സഡ് ആണോ, സ്റ്റെപ്പഡ് ആണോ എന്നുള്ളത് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ആ കോസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുക്കേണ്ടത്. എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ആ കോസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഏതാണെന്ന് പറയേണ്ടത്? വേരിയബിൾ ആണോ, ഫിക്സഡ് ആണോ, സെമി വേരിയബിൾ ആണോ, സെമി ഫിക്സഡ് ആണോ എന്നൊക്കെ പറയണം. ആദ്യം തന്നെ നിങ്ങൾ ഏത് നോക്കൂ? ടോട്ടൽ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രമേ ഇവിടെ നോക്കൂ കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കൂ കേട്ടോ. രണ്ട് സെയിം സിറ്റുവേഷൻ. റെഡി. അപ്പോൾ ആദ്യം കോസ്റ്റ് നമ്പർ 3 നോക്കി. നിങ്ങൾ കോസ്റ്റ് നമ്പർ 3 1000 യൂണിറ്റ് ഉള്ള സമയത്ത് എത്ര കോസ്റ്റ്? 7000. 3000 ആയപ്പോൾ എത്ര കോസ്റ്റ്? 7000. 5000 ആയപ്പോൾ എത്ര കോസ്റ്റ്? 7000. 7000 ആയപ്പോൾ എത്ര കോസ്റ്റ്? 7000. അതിൻ്റെ അർത്ഥം ആക്ടിവിറ്റി എത്ര മാറുമ്പോഴും ടോട്ടൽ കോസ്റ്റ് എന്താവുന്നില്ല? മാറുന്നില്ല. അപ്പോൾ കോസ്റ്റ് നമ്പർ 3 ഏത് കോസ്റ്റ് ആയിരിക്കും? പറ മക്കളെ. ഫിക്സഡ് കോസ്റ്റ്. ഏത് കോസ്റ്റ് ആയിരിക്കും? ഫിക്സഡ് കോസ്റ്റ്. അതിന് 4ാമത്തെ കോസ്റ്റ് നോക്ക്. 1000-ന് 12500. 3000 ഉള്ളപ്പോൾ എത്ര തന്നെ? 12500. റെഡി അല്ലേ? പക്ഷെ 3000 കഴിയുന്ന സമയത്ത് പിന്നെ എത്രയായി? 10000 ആയി. വീണ്ടും എത്ര തന്നെയാണ്? 10000 തന്നെ. അപ്പോൾ ഫിക്സഡ് ആണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഫിക്സഡാണ്. പക്ഷെ ആ പരിധി തന്നെ പിന്നെ എന്താവുന്നുണ്ട്? വീണ്ടും വേറൊരു റേഞ്ചിലേക്ക് എന്താവുന്നുണ്ട്? ചാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റേഞ്ച് ചെയ്താൽ വീണ്ടും ഫിക്സഡ് ആയിട്ട് പോകുന്ന ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടില്ലേ? അത് ഏത് കോസ്റ്റാ? സ്റ്റെപ്പഡ് കോസ്റ്റാ, അല്ലെങ്കിൽ സെമി ഫിക്സഡാ. ഒരിക്കൽ ഫിക്സഡ്, പിന്നെ അറേഞ്ച് ചെയ്താൽ വീണ്ടും ഫിക്സഡ്, അറേഞ്ച് ചെയ്താൽ വീണ്ടും എന്ത്? ഫിക്സഡ്. അപ്പോൾ ഇത് ഏത് കോസ്റ്റാ? സെമി ഫിക്സഡ്. ഇത് ഏത് കോസ്റ്റാ? സെമി ഫിക്സഡ് കോസ്റ്റാ. അടുത്ത് നോക്കണേ, കോസ്റ്റ് നമ്പർ 2ഉം കോസ്റ്റ് നമ്പർ 1ഉം. ശ്രദ്ധിക്കണേ. 1000 യൂണിറ്റ് ഉള്ളപ്പം കോസ്റ്റ് നമ്പർ 2 എത്രയാ? കോസ്റ്റ് നമ്പർ 2 ആണേ. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാ? 1920. 3000 ഉള്ളപ്പോൾ 5760. 5000 ഉള്ളപ്പോൾ 9600. 7000 ഉള്ളപ്പോൾ 13440. അപ്പോൾ എന്ത് മനസ്സിലായി? ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് എന്താവുന്നുണ്ട്? മാറുന്നുണ്ട്. അത് മാറാൻ 2 ആളെ ചാൻസ്. ഒന്ന് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ്. പക്ഷേ അപ്പോൾ ടോട്ടൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ഏതിലേക്ക് നോക്കുന്നത്? പെർ യൂണിറ്റിലേക്ക്. അല്ലെ, 2 ചാൻസ് ഇല്ലേ? വേരിയബിൾ ആവാം, സെമി വേരിയബിൾ ആവാം. രണ്ടിനും ടോട്ടൽ എന്താവും പറഞ്ഞിട്ടുണ്ട്? വേരി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ നോക്കിയാൽ മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ഏതിലേക്ക് നോക്കിയാൽ പോവാണ്? പെർ യൂണിറ്റ്. ഓക്കെ. കോസ്റ്റ് നമ്പർ 2ന്റെ പെർ യൂണിറ്റ് നോക്കിയേ. 1.92, 1.92, 1.92, 1.92. അത് ആക്ടിവിറ്റി എത്ര മാറുമ്പോഴും പെർ യൂണിറ്റ് കോസ്റ്റ് എന്താവുന്നില്ല? മാറുന്നില്ല. മക്കളെ, വേരിയബിളിൻ്റെ പെർ യൂണിറ്റ് ആണോ മാറാണ്ടിരിക്കുക, അല്ലെങ്കിൽ സെമി വേരിയബിളിൻ്റെ പെർ യൂണിറ്റ് ആണോ മാറാണ്ടിരിക്കുക? വേരിയബിളിൻ്റെ പെർ യൂണിറ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ 2ാമത്തെ കോസ്റ്റ് ഏതായിരിക്കും? രണ്ടാമത്തെ കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ്. ഏതായിരിക്കും? വേരിയബിൾ കോസ്റ്റ്. എങ്ങനെ മനസ്സിലായത്? പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ ടോട്ടൽ എന്താവുന്നുണ്ട്? മാറുന്നുണ്ട്. അത് ഏതിൻ്റെ സ്വഭാവമാണ്? വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവമാണ്. ഏതിൻ്റെ സ്വഭാവമാണ്? വേരിയബിൾ കോസ്റ്റിൻ്റെ എന്താണ്? സ്വഭാവമാണ്. ഇനി കോസ്റ്റ് നമ്പർ 1 ഏതാണ്? കോസ്റ്റ് നമ്പർ 1. റെഡി. കോസ്റ്റ് നമ്പർ 1 നിങ്ങൾ നോക്ക്. 1000-ന് 19000, 3000-ന് 33000, 5000-ന് 45000, 7000-ന് എന്ത്? 61000. അപ്പോൾ മനസ്സിലായി, ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ഇത് മാറുന്നുണ്ട്, കോസ്റ്റ് മാറുന്നുണ്ട്. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് സെമി വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഏതാവാം? വേരിയബിൾ ആവാം. അപ്പോൾ അടുത്തത് ഏത് നോക്കണം നമ്മൾ? പെർ യൂണിറ്റ് നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാകത്തുള്ളൂ. പെർ യൂണിറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി 19, 11, 9. പെർ യൂണിറ്റ് മാറുന്നുണ്ട്, ടോട്ടലും മാറുന്നുണ്ട്, പെർ യൂണിറ്റ് മാറുന്നുണ്ട്. അത് ഏതിൻ്റെ സ്വഭാവമായിരിക്കും? അത് സെമി വേരിയബിളിൻ്റെ സ്വഭാവമാണ്. കാരണം വേരിയബിളിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? പെർ യൂണിറ്റ് എന്താവില്ല? മാറൂല. അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 1ാമത്തെ കോസ്റ്റ് ഏതാ? സെമി വേരിയബിൾ. 2ാമത്തെയോ? വേരിയബിൾ. 3ാമത്തെ ഫിക്സഡ്. 4ാമത്തെ ഏതാ? സെമി ഫിക്സഡ്. റെഡിയല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അതിൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ ഏത് പറഞ്ഞത്? ഇത് വേരിയബിൾ ആണോ ഫിക്സഡ് ആണോ എന്നുള്ള കാര്യം ഞാൻ ഏതനുസരിച്ചാണ് പറഞ്ഞത്? കോസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഞാൻ എന്താക്കിയിട്ടുള്ളത്?
പറഞ്ഞിട്ടുള്ളത്. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. മനസ്സിലാകാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് ഇന്നത്തെ ഈ സെക്ഷൻസ് നമുക്ക് പ്രാക്ടീസോടുകൂടി അവസാനിപ്പിക്കാം. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് സെക്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരും. ഓക്കെ, സീ യു സോൺ. ബൈ.